ഹലോ, നമുക്കൊരു പിസ്സ ഉണ്ടാക്കിയാലോ? ഓരോ ദിവസം നമുക്ക് ഓരോ ആഗ്രഹങ്ങളാണല്ലേ. അപ്പോൾ പിസ്സ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പിസ്സ സോസ് വേണം. അപ്പോൾ ആദ്യം നമുക്ക് പിസ്സ സോസ് റെഡിയാക്കാം കേട്ടോ. അതിനായിട്ട് 2 തക്കാളി, 2 വല്യുള്ളി ചെറുതാക്കി മുറിച്ചത്, പിന്നെ ഒരു 5 കാശ്മീരി മുളക്, പിന്നെ 2 സാദാ മുളക്, പിന്നെ ഒരു 10-12 വെളുത്തുള്ളി, അര ഗ്ലാസ് വെള്ളം. ഇത് കുക്കറിലിട്ടിട്ട് 2 വിസിൽ കൊടുക്കുക. 2 വിസിൽ കൊടുത്താൽ അത് നന്നായിട്ട് വേവ് കേട്ടോ. അങ്ങനെ അത് ചൂടാറാൻ വേണ്ടിയാണ്ട് മാറ്റി വെക്കണം കേട്ടോ. ഒരു വിസിലടിച്ചു, രണ്ടാമത്തെ വിസിലിനായിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ രണ്ടാമത്തും വന്നു. അപ്പോൾ അത് ഓഫ് ചെയ്യാം കേട്ടോ. സമയം കൊണ്ട് നമ്മൾ ഒരു ഡോ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ വന്നിട്ടില്ല. പിന്നെ ചിക്കൻ ഇവിടെ ഫ്രൈ ആക്കുന്നുണ്ട് എയർ ഫ്രയറിൽ. ചെറുതാക്കി മുറിച്ചതാണ് കേട്ടോ. പിസയ്ക്ക് ചിക്കൻ പിസയാണ് ഇത്. കണ്ടോ, മാവക്ക് കുറച്ച് ഒലിവ് ഓയിലൊക്കെ ഒഴിച്ചിട്ട് അടച്ചുകൊണ്ട് വെക്കണം കേട്ടോ. ആ സമയത്ത് ഇവിടെ ചൂടൊക്കെ ആറി ഇതൊരു മിക്സിൻ്റെ ജാറൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അരക്കണം. അതിൻ്റെ മുന്നേ ഈ തക്കാളീൻ്റെ തൊലി ഒന്ന് കളയണം കേട്ടോ സോസ് ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ 2 തക്കാളീൻ്റെ തൊലിയും കളഞ്ഞിട്ട് അത് മിക്സിൻ്റെ പാത്രത്തേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നല്ല മഷി പോലെ അരക്കണം കേട്ടോ. പിസ്സ സോസ് നമ്മൾ സാധാരണ പുറത്തുനിന്ന് വാങ്ങലാണ്. പക്ഷെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാണ്ടല്ലോ അത് വേറെ ലെവലിൽ പിസ്സ തന്നെ കേട്ടോ. പിസ്സ ഹട്ടും മറ്റേ പിസ്സകളൊക്കെ പിസ്സയിനൊക്കെ അവിടെ നിൽക്കുള്ളൂ നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ. അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള പിസ്സ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ആ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി. ഇതൊരു വലിയ പാത്രത്തിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ആ സമയത്ത് കുറച്ച് ഒറിഗാനോ, പിന്നെ കുറച്ച് ഉപ്പൊക്കെ പാകത്തിന് കേട്ടോ. പിന്നെ ഒരല്പം പഞ്ചസാര, അതൊരു ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നത്. പിന്നെ ടൊമാറ്റോൻ്റെ കെച്ചപ്പ് കേട്ടോ, അതൊരു 2-3 സ്പൂണ് മതിയാവും കേട്ടോ. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ അത്യാവശ്യം നന്നായിട്ട് അത് വറ്റിക്കണം കേട്ടോ. പഞ്ചസാരയാണ് ഇപ്പിടുന്നത് കേട്ടോ. അതൊരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക ടേസ്റ്റാണ് പഞ്ചസാര ഇട്ടാൽ. അപ്പോൾ ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇതിങ്ങനെ പൊട്ടി തെറിച്ചുകൊണ്ട് നിൽക്കും ചുമരുമേലും മേലൊക്കെ ആവും. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, കൈ പൊള്ളാതെ. അപ്പോൾ നമ്മൾ മാവൊന്ന് നോക്കാം. 2 മണിക്കൂറോളമായി മാവ് വെച്ചിട്ട്. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ മൈദമാവ്, പാല്, ഒരല്പം പഞ്ചസാര, ഉപ്പ്, ഒറിഗാനോ ഇതിട്ടിട്ടാണിത് മിക്സ് ആക്കിയിട്ടുള്ളത് കേട്ടോ. നന്നായിട്ട് ലൂസായിട്ടാണ് ഞാൻ മാവ് ഉണ്ടാക്കാറ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റ് കാര്യം, കഴിക്കാൻ നല്ല ടേസ്റ്റ് വയ്ക്കാരം. അപ്പോൾ നല്ല മാവാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു ബോൾ എടുത്തിട്ട് പാത്രത്തേക്ക് പരത്തണം കേട്ടോ. ഈ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കണം കേട്ടോ. അപ്പോൾ നല്ലതാണ് ഒലിവ് ഓയിൽ ഒഴിച്ചാൽ. ഇങ്ങനെ പരത്തിയിട്ട് അതിൽ നിന്നൊരു പാർട്ട് എടുത്തിട്ട് 2 പാർട്ടാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കണം കേട്ടോ. ഫസ്റ്റ് പാർട്ട് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അത് ഇതിൽ നന്നായിട്ട് പരത്തണം. ഒലിവ് ഓയിൽ വെച്ച് ഇങ്ങനെ തടവിയിട്ട് നല്ല കട്ടിയില്ലാതെ പരത്തണം. എന്നിട്ട് കുറച്ച് നേരം അടച്ചു വെക്കും വേണം കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ചും കൂടി പൊന്തും. അതിൻ്റെ മുന്നേ ആയിട്ട് ഇത് പരത്തിയതിന് ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് കുത്തി ഓട്ടാക്കണം കേട്ടോ. അത് വല്ലാതെ അങ്ങോട്ട് പൊങ്ങി വരാതെക്കാൻ വേണ്ടിയിട്ടാണ്. വല്ലാതെ പൊങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ഇത് പോവും. അപ്പോൾ കണ്ടോ, ഫോർക്ക് വെച്ചിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് ഹോളിട്ടിട്ട് നമ്മൾ പിസ്സൻ്റെ സോസ് ഒഴിക്കും കേട്ടോ. നമ്മളുണ്ടാക്കിയ പിസ്സ സോസ് ഉണ്ടാക്കുന്നത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് കേട്ടോ. ഈ പിസ്സ സോസ് വെച്ചിട്ട് നമ്മൾ ഒരു വട്ടെങ്കിലും പിസ്സ ഉണ്ടാക്കിയാൽ പിന്നെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കൂല കേട്ടോ. അത്രയും ടേസ്റ്റാണ്. ഇത് കുറച്ച് നേരം അടച്ചു വെക്കണം കേട്ടോ. അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇതാണ്. മൊസറല്ല ചീസ്, ചിക്കന് ഫ്രൈ ആക്കിയത്, പിന്നെ നമ്മുടെ ക്യാപ്സിക്കം, തക്കാളി, വല്യുള്ളി, ഇത് നമ്മളെ സോസ് കേട്ടോ. നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസാണ് ഇതിലേക്ക് വേണ്ട വെച്ചാൽ അതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തട്ടോ. അത് ഒറിഗാനോ, ഇത് ഗൾഫിൽ നിന്ന് കൊടുന്നാണ് കേട്ടോ, ദുബായിൽ നിന്ന് കൊടുന്നാണ് ഞങ്ങൾ വന്നപ്പോൾ. അപ്പോൾ ഇതാണ്, കുറച്ചൊക്കെ മാവ് പൊന്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സോസ് ഇതിലേക്ക് ഒഴിക്കട്ടോ. ആണെങ്കിൽ ഒന്നും കൂടിയൊക്കെ ഒന്നിങ്ങനെ കുത്തി കൊടുക്കാം. വല്ലാതെ പൊങ്ങിയ ഭാഗത്തൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. കുത്തിയ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ ആവും ചെയ്യും. ചെറിയ സ്പൂണായതുകൊണ്ട് അപ്പോൾ കതിയുണ്ട്. ഇപ്പോൾ സ്പൂണൊന്ന് മാറ്റി ഞാൻ കേട്ടോ. വലിയ സ്പൂൺ കൊണ്ട് തന്നെ അതിലേക്ക് തൂവി കൊടുക്കാൻ നിൽക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം ഇത് പരത്തിയതിന് ശേഷം കുറച്ച് മൊസറല്ല ചീസ് ഇതിൻ്റെ മുകളിൽ പരത്തണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ അതിൻ്റെ മുകളിൽ ഇടാം. ചിക്കന് അതിൻ്റെ മുകളിൽ പിന്നെ നമ്മൾ മൊസറല്ല ചീസ് ഇടണം കേട്ടോ. ഒരു പ്രത്യേക മണമാണ് കേട്ടോ ഈ സോസ് ഉണ്ടാക്കുമ്പോഴേ.
മോള് റൂമിലായിരുന്നു. ആ സമയത്ത് ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഉണ്ടാക്കുന്നത് ചോദിക്കുന്നുണ്ട്. പിസ്സൻ്റെ മണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ പിസ്സ സോസ് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ ബാക്കി നമുക്കൊരു 2-3 ആഴ്ച ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. നല്ലൊരു എയർ ടൈറ്റ് ഉള്ള കണ്ടെയ്നറിൽ. നമ്മളത് ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ബ്രെഡിലൊക്കെ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ്. സോസ് ഉണ്ടാക്കി വെച്ച എളുപ്പമാണല്ലോ. ഇതൊക്കെ ഇതാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകൾക്ക് കുറച്ച് ഒറിഗാനും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു പ്രത്യേക മണമാണ്. എന്നിട്ട് അടച്ചിട്ട് മീഡിയം തീയിൽ ഒരു 15 മിനിറ്റ് വെക്കുക. 15 മിനിറ്റ് ഒന്നും വേണമെന്നില്ല, ഓരോ തിക്കിനും ഇതിനൊക്കെ അനുസരിച്ചാണ്. എനിക്ക് എന്തായാലും ഒരു 10-15 മിനിറ്റിൻ്റെ അടുത്ത് മതി. കണ്ടോ ആവിയൊക്കെ വരൽ തുടങ്ങി, മെൽറ്റ് ആവൽ തുടങ്ങിയിരിക്കുന്ന ചീസൊക്കെ കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടിയൊക്കെ മതിയാവും. അതിൻ്റെ അപ്പുറത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കുടിക്കണ വെള്ളം നന്നായിട്ട് തിളപ്പിക്കും. കണ്ടോ അപ്പോൾ അതാ വെന്തു. ഇത് ഓഫ് ചെയ്യട്ടോ. കണ്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള പിസ്സ. നല്ല ഭംഗിയല്ലേ കാണാൻ. ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. കണ്ടോ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇത് കുറച്ച് ഇതായിട്ട് കാണുന്നത് കേട്ടോ. കണ്ടോ ചീസ് നല്ല ജ്യൂസി ചെയ്യുന്നു അതിൻ്റെ ഉള്ളൊക്കെ കേട്ടോ. കണ്ടോ എന്തൊരു സോഫ്റ്റ് അറിയോ. സാധാരണ പിസ്സയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പല്ലൊക്കെ വേദനിക്കും പുറത്തുനിന്നൊക്കെ കഴിച്ചാൽ. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. നല്ല